നമസ്കാരം. കവിതയുടെ നറുനില മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. കവിതയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. മാമ്പഴം പതിന്റെ ഈ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥി ഹരിത. ഹരിതയെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. ഹരിത, ദൃശ്യാവിഷ്കാരത്തിൽ ഏത് കവിതയാണ് ചൊല്ലിയിരിക്കുന്നത്? പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ശിവഗംഗ. ശിവഗംഗ. ആരാണ് ഈ കവിത തിരഞ്ഞെടുത്തത്? ഇത് എൻ്റെ ഏട്ടനാണ്, അഖിൽ എന്ന് പറഞ്ഞ ഏട്ടനാണ് തിരഞ്ഞെടുത്ത് തന്നത്. അപ്പം അത് ആ ദൃശ്യാവിഷ്കാരം നന്നാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആശംസകൾ. നന്ദി ചേച്ചി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ശിവഗംഗ അല്ലേ? ഈ കവിത ഹരിത എത്രത്തോളം മനോഹരമായി ചൊല്ലി എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. ഹരിതേ, നന്നായി കവിത ചൊല്ലി. ഗിരീഷ് പുത്തഞ്ചേരി പദകുബേരനായ ഒരു കവിയായിരുന്നു. നല്ല സംസ്കൃത പദങ്ങൾ, നല്ല സംസ്കാരമുള്ള പദങ്ങൾ ചേർത്ത്
മനോഹര സംയുക്തങ്ങൾ ഉണ്ടാക്കിയിരുന്ന കവിയാണ്. വെറും ഗാനരചയിതാവ് മാത്രമല്ല, നല്ല കവിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായൊരു പാട്ടുണ്ട്, ഗംഗെ, അല്ലേ? ഗംഗ ഏതൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഏകാന്ത പദയാത്രയിൽ ജീവന്റെ മൺകൂട് നിന്നെ വെടിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അത് കമ്പോസ് ചെയ്തത് രവീന്ദ്രൻ മാഷാണ്. രവീന്ദ്രൻ മാഷിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ഭരത്ലാൽ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഇതും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. ഈ വരികൾ കമ്പോസ് ചെയ്തതും ഭരത്ലാലല്ലേ? ഇതിലൊരു രാഗത്തിന്റെ ഒക്കെ ഒരു ഛായ ഉണ്ട്. അതേ രാഗം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ അന്തരീക്ഷമുണ്ട്. ഗംഗ മനുഷ്യ മഹാസംസ്കൃതിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു ജീവൽ പ്രവാഹമാണ്. ഇപ്പോൾ ഗംഗയെ സ്പർശിക്കാതെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്കും സംസ്കാരത്തിലേക്ക് പോകാനാവില്ല. ആ ഒരു വഴിയാണ് ഇതിൽ ആ പാട്ടിലും ഈ കവിതയിലുമൊക്കെ അരുതെന്ന് പറയുമ്പോഴും ഗർഭത്തിലേക്ക് അമ്മയായ എന്നെ ക്ഷണിക്കുന്ന ഗംഗ, ആ ഗംഗയുടെ ഗാംഭീര്യം ശരിക്കും ആലാപനത്തിൽ കൊണ്ടുവന്നു. വഹ്നി എന്ന് പറയണ്ട, വഹ്നി എന്ന് പറഞ്ഞാൽ മതി. വഹ്നി അല്ല, അത് എഴുതുന്നത് വഹ്നിയാണെങ്കിലും വഹ്നി എന്നാണ്. ആ ഹകാരം അവസാനാണ് ധ്വനിപ്പിക്കുക. വഹ്നി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, വഹ്നി എന്ന് പറയണം. അഭിനന്ദനം. നന്ദി സർ. കുരീപ്പുഴ സർ. നന്നായി അവതരിപ്പിച്ചു. ഈ കവിതയിലൊരു പ്രത്യേകത, ഈ ഉത്ഭവസ്ഥാനത്തെ ഹിമാവസ്ഥ ഈ കവിതയ്ക്കില്ല. ഗംഗോത്രി നമ്മൾ കാണുന്ന ആ ഹിമം, തണുപ്പ്, ശൈത്യാവസ്ഥ ഇല്ല. ഇത് മധ്യത്ത് അവിടെ നിന്ന് കണ്ടുകിട്ടുന്ന ഗംഗയാണ്. പ്രാണൻ്റെ ഗംഗ, പാട്ടിൻ്റെ ഗംഗ, നിർവ്വാണ ഗംഗ, ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ഈ കവിതയെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചടുലമാണ്, ആദ്യന്തം ചടുലമാണ്. ഒരിക്കൽ പോലും ഹിമസാന്നിധ്യം ആവശ്യമില്ല. ചടുലമായിട്ടുള്ള ഒരു താളവും അതിൻ്റെ പറ്റിയ രാഗവും ആണ് ഈ കവിത ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നിർവഹിക്കാൻ ഹരിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് സംവിധാനം ചെയ്ത ഭരത്ലാലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം ചടുല ഗംഗയുടെ ചടുലത പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തി തരാൻ ഈ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കവിത നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആവശ്യമില്ലാത്ത വാക്കുകൾ വളച്ചൊടിച്ചിട്ടില്ല, ആവശ്യമില്ലാത്ത വാക്കുകൾ മുറിച്ചു മാറ്റിയിട്ടില്ല, തിങ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗംഭീരായി. നന്ദി സർ. ഹരിത, നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അപ്പൊ നമുക്ക് മാർക്ക് കൂടി അറിയണ്ടേ? ലീലാകൃഷ്ണൻ സർ. ഹരിതയ്ക്ക് 50-ൽ 48 മാർക്ക്. നന്ദി സർ. കുരീപ്പുഴ സർ. 48 മാർക്ക്. നന്ദി സർ. ഹരിത, അപ്പോൾ ഗംഗ പോലെ തന്നെ മാർക്കുകൾ ഇങ്ങനെ ഒഴുകി അല്ലേ? 100-ൽ 96 മാർക്ക് ലഭിച്ചു. അഭിനന്ദനങ്ങൾ. നന്ദി ചേച്ചി.